അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് വെയിറ്റ് ലോസ് ചലഞ്ച്. അപ്പോൾ 100 ഡേയ്സ് ആണ് കേട്ടോ. 100 ഡേയ്സ് നമുക്ക് തുടങ്ങാം. അതാവുമ്പോഴേ നമ്മളൊരു കുറച്ചെങ്കിലും വെയിറ്റ് കുറവുള്ളൂ. അപ്പോൾ എല്ലാവരും പിന്നെ പറഞ്ഞതും അതാണ്, എല്ലാവരുടെ കമൻറ്റ് അതായിരുന്നു കേട്ടോ. പിന്നെ 100 ഡേയ്സ് ആക്കാം എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും കരുതി എന്നാലും അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഡയറ്റ് ഞാൻ ഉദ്ദേശിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ട്രിക്റ്റോ അങ്ങനെയൊന്നല്ല. നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മൾ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഫുഡ് കുറച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ 100 ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഫുഡൊക്കെ വെച്ചിട്ടുള്ള ഡയറ്റ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ കീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ് നല്ല വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കരുതി നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന, പക്ഷെ എനിക്കൊക്കെ ഞാൻ അരി ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കൂടും കേട്ടോ. കാരണം ഞാൻ അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടേ. അപ്പം അതുകൊണ്ട് അരിഭക്ഷണം നല്ലോണം കുറക്കണം തന്നെയാണ് പ്ലാന്. ഇനി കഴിക്കുകയാണെങ്കിലും ഒരു നേരം ഒരു ഇച്ചിരിയൊക്കെ കഴിക്കാന്നുള്ള ഒരു ഇതിലാണ്. കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ മുട്ട അങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ചാണ്ടുള്ള അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന് വിചാരിക്കണത്. അപ്പോൾ അല്ലാതെ നമ്മളൊരു എന്താ പറയുക എഗ് ഡയറ്റോ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ആ രീതിയിലൊന്നും എടുക്കുന്നില്ല. എല്ലാവർക്കും നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വെച്ചാവുമ്പം എന്താ പറയുക ഒരു സുഖമാണല്ലോ. വേറെ നമുക്കായിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കി ബുദ്ധിമുട്ടി അതൊരു റിസ്ക് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം എന്ന് പറയണം. കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ ചെയ്യാൻ. നമ്മുടെ കൂടെ ചെയ്ത് 5 കിലോന് കുറഞ്ഞവരുണ്ട്, 6 കിലോ കുറഞ്ഞവരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഒരു മോട്ടിവേഷനാണ് കേട്ടോ. കാരണം ഇപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ 95.1 ആണ്. അപ്പോൾ അന്ന് നിർത്തിയിട്ട് പിന്നെ പെരുന്നാളിൻ്റെ അവസ്ഥ അറിയാലോ. ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് സ്ട്രിക്റ്റായിട്ട് തന്നെ മധുരം എന്തായാലും ഞാൻ കഴിക്കില്ല. അതേപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ ബേക്കറി ഐറ്റംസ് അതൊന്നും ഇനി ഞാൻ കഴിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ പ്ലാന്. കാരണം അതൊക്കെ ഇപ്പോൾ ആവശ്യമുള്ള ഇഷ്ടമുള്ള എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ. കാരണം പെരുന്നാൾ 31-ാം തീയതി, പിന്നെ 1, 2, 3, 4 ഇപ്പം ഇന്നിപ്പോൾ 7-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഒരാഴ്ച നമ്മൾ നല്ല രീതിയിൽ ഫുഡ് അടി ആയിരുന്നു. എല്ലാം ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് മഞ്ചേരി പോയിട്ട് നല്ല അടിപൊളി സേമിയ പായസം ഒരു 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയും അതുപോലെ ഇവിടെ ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കി, അതിലേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അത്യാവശ്യം എനിക്ക് പിന്നെ കഴിക്കാൻ ആഗ്രഹമുള്ള ഫുഡൊക്കെ ഒരുവിധം ഒക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ആ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റൊക്കെ ആക്കിയിട്ട് എന്താ പറയുക പട്ടിണി കിടക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പട്ടിണി കിടക്കാതെ നമ്മൾ വെയിറ്റ് കുറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ കഴിച്ചാൽ ഇടനേരം നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടി വരും. പിന്നെ അതൊക്കെയാണ് പ്രശ്നം. സാധാ ഫുഡ് കഴിക്കുന്നതിനേക്കാണ് എൻ്റെ വെയിറ്റ് കൂടാനുള്ള കാരണം ഈ ഒരു രാവിലെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഇടനേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ബേക്കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അപ്പോൾ ബേക്കറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മധുരമുള്ള ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ചിപ്സ്, പിന്നെ മിച്ചർ അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നമ്മൾ അങ്ങനെ കഴിക്കും. അപ്പോൾ ഡയറ്റ് ആവുമ്പോൾ ഡയറ്റ് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. ആ ബോധം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ കുറക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും തൊടൂല. പിന്നെ മധുര ഐറ്റംസ് ഒന്നും ഹലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കൂല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ സാലഡ് അങ്ങനെയൊക്കെ കഴിച്ച് കണ്ടുള്ള ഡയറ്റ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് 100 ദിവസത്തെ ചലഞ്ചാണ്. ഇപ്പം ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഞാനിത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്ന് ഇടുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ അതായതുകൊണ്ട് ഞാൻ മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഇത്തിരി ഇങ്ങനെ കഴിച്ച് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും സ്ട്രിക്റ്റായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് കരുതിയത്. ഞായറാഴ്ച തുടങ്ങിയിട്ട് തിങ്കളാഴ്ച മുതൽ ഞാൻ വീഡിയോ ഇടാമെന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷെ നടന്നില്ല.
അപ്പോൾ എന്നും ഇപ്പോൾ അന്നത്തെ തന്നെ അന്ന് ഇടുമ്പോൾ ഈ സമയത്തിന് പ്രശ്നം ഉണ്ടാവും അറിയില്ല. ഏതായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പോൾ അന്നത്തെ സംഭവം തന്നെയാണ് ഇടുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേന്നാക്കി അന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. കാരണം നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ കറക്റ്റ് എഡിറ്റ് ചെയ്ത് ഇടാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പം വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ തന്നെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താ പറയുക, വെയിറ്റ് നോക്കാം. വെയിറ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നീനൂട്ടി പോയതിൻ്റെ ശേഷമാണ് ഈ ഓൺ വോയിസ് ചെയ്യുന്നത് കേട്ടോ. എഴുന്നേറ്റ് പാടെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ വെയിറ്റ് നോക്കുകയാണ്. എന്നിട്ട് വന്നതെന്നല്ല കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ വെയിറ്റ് നോക്കണത്. ഷാളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു വെയിറ്റ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ 97.4 കേട്ടോ. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ വെയിറ്റ് ലോസ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ കറക്റ്റ് 97 ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 400 ഗ്രാം ഇനിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇടയായിട്ട് തുടങ്ങാൻ ശരിയാവില്ല. നമ്മൾ എത്രയെന്നും 95 ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 2.5 കിലോ വരെ കൂടിയിട്ടുണ്ട്. അത് ഒരാഴ്ച കൊണ്ട്. അപ്പോൾ ഇനി ശരിയാവില്ല, നമുക്കതൊക്കെ ഒന്ന് കുറച്ചെടുക്കണം. അപ്പോൾ ഇന്നാണ് ഞാൻ രാവിലെ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവരച്ച ആ ദോശയല്ല കേട്ടോ. അങ്ങനെ അരച്ചിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക കലക്കി പറഞ്ഞപ്പോൾ ആ ഒരു ദോശയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വച്ച അരി നന്നായിട്ട് കഴുകി അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കടലക്കറി, കാബൂളി കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതാണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. നീനൂട്ടിക്ക് കൊണ്ടുപോകണം, പിന്നെ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കടല വെച്ചിട്ട് പിന്നെ കറിയിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൂമിച്ചിട്ട് അങ്ങനെ വെക്കാമല്ലോ എന്നൊക്കെ കരുതി എന്താ പറയുക കടലക്കറിക്കും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഞാൻ അരി അരച്ചൊന്ന് ജസ്റ്റ് അപ്പം ഒന്ന് ചൂടട്ടെ, പിന്നെ കടലയും കൂടി അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഞാനെന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടി രാവിലെ എന്തായാലും അരി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇന്ന് വെയിറ്റ് കൂടി കണ്ടപ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് വലിയ വിശപ്പും തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 2.5 കിലോനൊക്കെ കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പിന് കുറച്ചത് തന്നെ 3 കിലോനാണ്. അപ്പോൾ ആ 3 കിലോയിൽ 2.5 കിലോ നമ്മൾ കൂടി എന്ന് പറയുമ്പോൾ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയുക പെട്ടെന്ന് കൂടുന്ന വെയിറ്റ് നമ്മൾ പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കുറയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എന്താ പറയുക ടെൻഷൻ ആവണില്ല കേട്ടോ. കാരണം നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ കുറച്ചെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അരി ഭക്ഷണമോ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. ഞാൻ പിന്നെ കടല വെള്ളത്തിലിട്ടതുകൊണ്ട് അത് എന്താ കഴിക്കാമെന്നാണ് പ്ലാന്. പിന്നെ നീനുവിന് കൊടുത്തേക്കാനൊക്കെ കടല കൊടുത്തേക്കാന്ന് കരുതിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദോശ ഒരടുപ്പത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്. പിന്നെ ഇന്നലെ കുറച്ച് നെയ്ച്ചോറായിരുന്നു. നെയ്ച്ചോറ് ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നീനൂട്ടിക്കാണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നീനൂട്ടി നെയ്ച്ചോറിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ ദോശ മതിയോ കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ അവളിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ട, ഗീ റൈസ് കുറച്ച് ബാക്കിയുണ്ട് ഫ്രിഡ്ജിലുണ്ട്, അത് ചൂടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവളെ ഹാപ്പി. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് പിന്നെ ആ ചുട്ട് കഴിഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെ പിന്നെ എന്താ പറയുക ചോറ് എടുത്ത് വെച്ച ചോറ് ഒന്ന് ചൂടാക്കി അതും കൊടുത്തയച്ചു. പിന്നെ 2 കഷ്ണം ചിക്കനും പൊരിച്ചു കൊടുത്തു. അവളെ അങ്ങനെ പറഞ്ഞേക്കാമെന്ന് കരുതി അങ്ങനെ ദോശയ്ക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുത്തു. പിന്നെ നമ്മുടെ എന്താ പറയുക കടലക്കറിയൊക്കെ തൂമിച്ച ശേഷം നീനുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അവൾ 8 മണിയാകുമ്പോഴേ കഴിക്കും. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:40, 45 ആ ഒരു ടൈമിലാണ് അവളുടെ ബസ്. 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ബസ് ഇവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം താറുമാറാകും. അപ്പോൾ ഇന്ന് നേരത്തെ ഒരുങ്ങി കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ 8:30 ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോഴാണ് ഇതുമ്മു എഴുന്നേറ്റ് വന്നത്. അവൾക്ക് ഇന്നും കൂടി ഉറങ്ങാൻ പറ്റുള്ളൂ. ഇതുമ്മൂന് നാളെ മുതലേ എന്തായി മദ്രസ തുറക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നുകൂടി ഇറങ്ങിക്കോട്ടെ പാവല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം മറക്കുമ്പോഴാണ് അവൾ എഴുന്നേറ്റ് വന്നത്. അങ്ങനെ നീനൂട്ടി പോയ ശേഷം ഇതാ കിച്ചൻ്റെ അവസ്ഥ ഏകദേശം ഇതാണ്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ ഇരുന്നാൽ പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് എന്താ പറയുക വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ചായയാണ്, അത് പിന്നെ എനിക്ക് നിർബന്ധമാണ്. പക്ഷേ ഞാൻ ഈ ചായൻ്റെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചത്. കാരണം ചെറിയൊരു കോപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ നമ്മളിങ്ങനെ എന്താ ഷോക്കേസിൽ വെക്കുന്ന കോപ്പ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കോപ്പ, അതിലൊരു കോപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ആ കോപ്പയിലാണ് ഇനി ഞാൻ ചായ കുടിക്കുക. അപ്പം ഇന്ന് രാവിലെ മാത്രം
ചായ കുടിക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കും. അതങ്ങോട്ട് കുടിച്ചാൽ എന്താ അറിയില്ല, അത് അഡിക്റ്റാണ് ഞാൻ ചായക്ക്. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പം അത് നല്ല കടുപ്പത്തിൽ ഏലക്കായൊക്കെ ഇട്ട് അതാ ഒരു ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാബുളി കടല വെച്ചത്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തു, മുട്ടയോ വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ലിമിറ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാനും. അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തെ ഞാൻ രാവിലെ കഴിച്ചത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് പോയി പിന്നെ ഇവിടെ അടിച്ചു വാരി പാത്രങ്ങളൊക്കെ കഴുകി അലക്കാനുള്ളതൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനാണ്ട് ഇരുന്നപ്പോൾ 10:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് ഞാൻ ചായ കുടിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു 10 മണിക്ക് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി ഒരു 6 മണിക്ക് മുമ്പായിട്ട് ഫുഡ് കഴിച്ച്, ഒരു 5:30 ഞാൻ ഫുഡ് കഴിച്ച് 6 മണിക്ക് മുമ്പായിട്ട് നിർത്താനുമാണ് എൻ്റെ പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ രാത്രി അല്ലെങ്കിലും നമുക്കറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രാത്രിയിലെ ഫുഡ് അധികം വൈകി കഴിക്കണത് നല്ലതല്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇനി എത്ര ആയാലും ഞാൻ അങ്ങനെ ആ ഒരു 6 മണിക്ക് മുമ്പായിട്ട് നിർത്താം. എന്നാൽ പിന്നെ നമുക്ക് അതൊരു സമാധാനം ഉണ്ടാവുമല്ലോ. പിന്നെ രാവിലത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞവരെ വെള്ളം അങ്ങനെ കുടിക്കാമെന്ന് കരുതി. ഇന്ന് രാവിലെ തന്നെ ഞാൻ വെയിറ്റ് നോക്കാൻ ഓർമ്മയായത്. രാവിലെ എനിക്ക് എണീറ്റപ്പോൾ ഭയങ്കര ഇതാകട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. വെള്ളം കുടിച്ചാൽ പിന്നെ വെയിറ്റ് നമുക്ക് കൂടുതൽ കാണിക്കുമല്ലോ. അപ്പോൾ വേഗം ഞാൻ വെയിറ്റ് നോക്കിയതാണ്. അങ്ങനെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ എന്താ പറയുക, രാവിലെ ഞാൻ നല്ല വെള്ളം കുടിക്കണം കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയണേ. അത്യാവശ്യം നല്ല 1.5 ലിറ്റർ വെള്ളം, ഒരു 1.5 ലിറ്ററോളം വെള്ളം ഞാൻ രാവിലെ കുടിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ചായയും ഈ കാബുളി കടലയും കഴിച്ചത്. പിന്നെ അത് നമ്മുടെ എന്താ പറയുക, ഉച്ചക്കത്തെ പരിപാടികളേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിതാ നമ്മൾ നല്ല നാടൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മീനാണ് ഇട്ടെന്ന്. അപ്പോൾ അത് നല്ല മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തു. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് നമുക്ക് വെണ്ടക്ക എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം, എല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണ് എൻ്റെ പ്ലാന്. കാരണം നമ്മൾ ഇത്തവണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് മുന്നിൽ. കാരണം 100 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ഡയറ്റൊന്നും ചെയ്താൽ നമുക്ക് അത് നമ്മളെ ബാധിക്കും, ഹെൽത്തിനെ ബാധിക്കും. തടിയുണ്ടെന്ന് വണ്ണുണ്ടെന്നൊക്കെ കരുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കാബുളി കടല എന്നൊക്കെ പറയുന്ന ഒരു ധാന്യത്തിൽ പെട്ടതാണ് ഈ ചെറുപയർ കടല എന്നൊക്കെ പറയുന്നത്. കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടാതെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനത് ഇച്ചിരിയാണ് രാവിലെ കഴിച്ചത്. ഉച്ചയ്ക്ക് ഞാനിതാ എന്താ പറയുക, എല്ലാവർക്കും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 2 മുട്ട പൊരിച്ച് കഴിച്ചു. പിന്നെ മുട്ട എന്താ പറയുക, എനിക്ക് ഞാൻ സ്ഥിരം ആദ്യമേ കഴിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം ഞാൻ 2 മുട്ട എന്തായാലും കഴിക്കും. ഞാൻ ആദ്യം കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ 5 വർഷം മുമ്പാണ് ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ ദിവസം 2 മുട്ട എന്തായാലും കഴിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കല്യാണമോ പരിപാടികളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒഴിവാക്കലുള്ളൂ കേട്ടോ. കാരണം നമുക്കത് ഒരു 30-35 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, കാരണം പ്രസവം കാര്യങ്ങൾ, പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും നമ്മൾ എല്ല് തേച്ചിലോ കാൽസ്യം കുറവൊക്കെ വരാതിരിക്കാൻ നമ്മൾ ദിവസം ഒരു മുട്ടയെങ്കിലും, ഞാൻ എൻ്റെ ഉമ്മാനോടൊക്കെ എന്നും പറയണതാണ്, ഒരു മുട്ടയെങ്കിലും അല്ലെങ്കിൽ 2 മുട്ട എന്തായാലും കഴിക്കണം. നമ്മൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു 2 മുട്ടയെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് എന്തായാലും ഏതെങ്കിലും ഒരു സമയം, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഉൾപ്പെടുത്തുന്നതാണ് എൻ്റെ പ്ലാനും. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനിതാ 2 മുട്ട പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം മീനെടുത്തു. പിന്നെ എന്താ പറയുക, വെണ്ടക്കൻ്റെ തോരനുണ്ടല്ലോ, അതും മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ച് കഴിച്ചത്. രാവിലെ നമ്മൾ കുറച്ചത് കൊണ്ടും പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസമല്ലേ, ആദ്യത്തെ ദിവസമാകുമ്പോൾ നല്ല വിശപ്പുണ്ട്. നമ്മളിങ്ങനെ ഇന്നലെ വരെ നല്ലോണം ഫുഡ് കഴിച്ച് വന്നിട്ട് പെട്ടെന്ന് നിർത്തുമ്പോഴുള്ള പ്രശ്നമുണ്ട്. ഒരാഴ്ച നല്ല ഫുഡ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ മധുരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മധുരം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകിച്ചും വിശപ്പ് കൂടും. കൂടുതൽ മധുരം കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് വിശപ്പ് കൂടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇന്നുണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, രാവിലെ ഞാൻ അങ്ങനെ കഴിച്ച് നമ്മുടെ ജോലികളിലേക്ക് അങ്ങനെ മുഴുകിയതുകൊണ്ട് എന്താ പറയുക, നമുക്ക് അധികം വിശപ്പറിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം അതൊക്കെയാണ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്, ക്ലീനിങ്ങും പരിപാടികളൊക്കെ. അപ്പോൾ ആ നേരം നമുക്കൊന്നും കഴിക്കണം തോന്നുന്നില്ലല്ലോ. പിന്നെ ഒപ്പം എൻ്റെ കയ്യിൽ
എപ്പോഴും ഇപ്പോൾ വെള്ളം കൂടെ ഉണ്ടാവും. ഞാൻ വെള്ളം എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വെയിലുമാണ്, ചൂടാണ്, നല്ല ശരീരത്തിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം നമ്മുടെ ഒപ്പം ഡയറ്റ് ചെയ്യുന്നവർ. അപ്പം ഞാനിതാ ഉച്ചയ്ക്ക് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. മുട്ട എടുത്തിട്ടുണ്ട്, 2 മുട്ട കഴിച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, 2 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു 3 മണി 3:30 ആ ഒരു സമയത്ത് ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞിക്കോപ്പ രാവിലത്തെ പോലെ തന്നെ കുഞ്ഞിക്കോപ്പയിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഞാനത് ഈ ഒരു ദിവസം ഒരു ചായ മാത്രം കുടിച്ചാൽ മതി എന്നാണ് എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ അത് തെറ്റിപ്പോയി. കാരണം എനിക്ക് ആ നേരം ആകുമ്പോൾ അതുപോലെ രാവിലെ കഴിക്കും. അങ്ങനെ ചായക്കുള്ള ഒരു കുടിക്കാൻ ഇങ്ങനെ തോന്നുന്ന സംഭവം. അപ്പോൾ ഇന്ന് ഞാൻ അത് തെറ്റിച്ചിട്ടുണ്ട്. ചായ എന്തായാലും കുടിച്ചിട്ടുണ്ട്. നാളെ ഒഴിവാക്കണം തന്നെയാണ് എൻ്റെ പ്ലാന്. ഒരു ദിവസം ഒരു ചായ അതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ചായൻ്റെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വലിയ കോപ്പയിലായിരുന്നു ഞാൻ കുടിക്കുന്ന കോപ്പ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ആ കോപ്പയിൽ നിന്നൊക്കെ മാറ്റി കുഞ്ഞു കോപ്പ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ വൈകുന്നേരം ഞാനൊരു 3-3:30 ആ ടൈമിൽ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4:30-5 മണി. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഏകദേശം ഒരു 6 മണിക്കാണ് കേട്ടോ. കാരണം ഇന്ന് തന്നെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഒരു ടെൻഷൻ, പെട്ടെന്ന് അപ്ലോഡ് ആക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 4:45-5 ആ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, ഞാൻ കുറച്ച് വത്തക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ മില്ലിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ മുസമ്പിയും വത്തക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സമാമ പിന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ. അത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആദ്യം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ഞാനത് കഴിക്കുന്നില്ല. പിന്നെ ഞാൻ വത്തക്കയാണ് കഴിച്ചത്. പിന്നെ അത് ഒരു പകുതി എടുത്തിട്ട് എല്ലാവരും കൂടി എടുത്ത് കഴിച്ചു. ഒരു 5-6 പീസാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് സെൻഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അവർ നോമ്പൊക്കെ ആയതുകൊണ്ട് അവരുടെ സ്കൂളിൽ സെൻഡ് ഓഫ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ സെൻഡ് ഓഫ് ആയപ്പോൾ വരുമ്പോൾ ഒരു കുറേ മുട്ടായും ചോക്ലേറ്റൊക്കെ ആയിട്ട് വന്നത്. അതിൽ നിന്ന് ഒരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അറിയാതെ. അപ്പോൾ ഞാൻ കഴിച്ചത് എന്തൊക്കെയാണ് ഏതായാലും പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അത് ഒരു എടുക്കാനൊന്നുമില്ല, പക്ഷേ ഒരു കുഞ്ഞി മുട്ടായിയുടെ ഒരു പകുതി എന്നുള്ള രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാനിപ്പോൾ ഈ വത്തക്ക കഴിക്കണത് ഏകദേശം ഒരു 5 മണി അടുപ്പിച്ചാട്ടോ. അപ്പോൾ ഇത് കഴിച്ച് ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ. ആ ചോക്ലേറ്റ് കൂടി കഴിച്ചതോടെ പിന്നെ കുറച്ചൊരു മനസ്സാക്ഷി കുത്തും. ചായ 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലുതായിട്ടുള്ള രീതിയിൽ സ്ട്രിക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അരിഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ചായയിൽ ഞാൻ മധുരം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും ഇത്തിരി പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഫുഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ വെയിറ്റൊക്കെ കാണിച്ച് വരാം.